ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. വൈജയന്തിക്ക് ആകെ നാണക്കേടാവണം. അപ്പോൾ അലീനയും പറയുന്നുണ്ട്, സാറേ എന്താ സാറേ ഇത് എന്ന് പറയുമ്പോൾ, മിണ്ടരുത് നീ, പോ ഇവിടുന്ന് പോ എന്ന് പറയാണ് കേട്ടോ അലീനോട് ബാലേന്ദ്രൻ. എന്നിട്ട് അലീനെ മുഖത്ത് നോക്കിയിട്ട് വാതിൽ വലിച്ചടയ്ക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര വിഷമമാവാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. അതിന് ശേഷം മുറി ചെന്നിട്ട് അലീന ബാഗിൽ എന്തൊക്കെയോ തപ്പിത്തറിയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നത് അലീനെ, നീ എന്താ നോക്കുന്നത്, കുറേ നേരം ആയാലോ എന്ന് ചോദിക്കുകയാണ്. എന്താ നോക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ നോക്കാൻ വേണ്ടിയിട്ടാണ് ബാഗ് തുറന്നത്, പക്ഷെ എനിക്ക് എന്താ നോക്കണ്ടേന്ന് ഓർമ്മയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ നോക്കുന്നത്, അല്ല കണ്ടാലെങ്കിലും ഓർമ്മ വരുമല്ലോ എന്നൊക്കെ ചോദിച്ചത്. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയാണെന്നൊക്കെ പറയട്ടാ. അപ്പം മുത്തശ്ശി ചോദിക്കണം, നിനക്ക് കുടുംബവും കുട്ടികളൊന്നും ഇല്ലല്ലോ, നിനക്ക് എന്താ ഇങ്ങനെ, അതിനേക്കാളും വലിയ പ്രശ്നം എൻ്റെ തലയിൽ വന്നിരിക്കുന്നതൊക്കെയാണ്, നീ എന്തെങ്ങനെയാണെന്ന് ചോദിക്കും. ആദ്യം കൃഷ്ണമോൾ എന്നോട് മിണ്ടിയിരുന്നു, കൃഷ്ണമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അവൾ എന്നോട് കൂട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരും എന്നെ കൂട്ടില്ല. ബാലേന്ദ്ര സാറാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് നന്നായി പെരുമാറും, ചില നേരത്ത് ദേഷ്യത്തോടെ പെരുമാറും. എനിക്ക് വയ്യ, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നിനക്ക് ബാലേന്ദ്രനോട് ചോദിച്ചൂടെ എന്താ ഇങ്ങനെ സംഭവിച്ചത്, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അവനിങ്ങനെ ആയത് എന്തുകൊണ്ടാണെന്ന് നിനക്കൊന്ന് അന്വേഷിച്ചുകൂടെയും ചോദിക്കുകയാണ് കേട്ടോ. അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആര് പറയാനാ, അന്ന് 2 ദിവസം പോയിട്ട് സാറ് നല്ലപോലെ മദ്യപിച്ചു, എന്നിട്ട് അറ്റാക്ക് വന്നു. അതിനുശേഷം തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ മേഡത്തിൻ്റെ ആങ്ങള ഗംഗാധരൻ സാറ് വന്നില്ലേ, സാറ് ബാലേന്ദ്ര സാറിനോട് എന്തെങ്കിലും ചോദിച്ചോ, വഴക്ക് പറഞ്ഞു ഇല്ലല്ലോ, പകരം മേഡത്തിനെ കുറ്റപ്പെടുത്താനുണ്ടായത്. അപ്പോൾ മുത്തശ്ശി പറയും, അവളെ ഉപദേശിക്കണോ, എന്തുപദേശിക്കണേ, നീ കണ്ട കാലത്ത് ആയ പോലെ തോന്നിയ പോലെ നടന്നതുകൊണ്ടാണ് ഈ കുടുംബം ഇപ്പം ഇങ്ങനെ നശിച്ചു പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ചതോ, അതാണോ ചോദിച്ചത്, ആശ്വസിപ്പിച്ചത്, അങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? സാർ ബാലന്ദ സാറിനല്ലേ ഗംഗാധരൻ സാർ കുറ്റം പറയേണ്ടത്, പക്ഷെ മേഡത്തിനെയാണല്ലോ കുറ്റം പറഞ്ഞത്. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, മുത്തശ്ശിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, അതുപോലെ ഗംഗാധര സാറിനും എന്തൊക്കെയോ അറിയാം, എനിക്കും അറിയാം ചില ഉള്ളുകളികൾ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എനിക്കറിയില്ല ഏത് രീതിയിൽ എങ്ങനെ പോകണമെന്ന്. ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നും അലീന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. സങ്കടത്തോടെ ചെന്ന് അലീന പായൊക്കെ നിവർത്തി കെടുക്കുകയാണ്. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാണ്. മുത്തശ്ശി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. സ്റ്റെയർ കേസിൻ്റെ അവിടെ വന്നിട്ട് മുകളിലേക്ക് ഒന്ന് നോക്കും. അതിനുശേഷം പതുക്കെ പകുതി വരെ കയറി പോകും കേട്ടോ. പക്ഷെ മുകളിലേക്ക് പോകാനുള്ളൊരു ധൈര്യമൊന്നുമില്ല. തിരികെ താഴത്തേക്ക് തന്നെ വന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ, സങ്കടപ്പെട്ടിട്ട്. ഇതേ സമയം ബാലേന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. രേവതിക്കുട്ടി എന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, പെറ്റതള്ളയെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ മുഖത്ത് നോക്കി പറയാം. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ബാലേന്ദ്രൻ മനസ്സിൽ വരുമ്പോൾ ബാലേന്ദ്രൻ ആ തോക്കൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്ത് പിരിച്ചിരിക്കുന്ന സമയത്ത് ഗോവർദ്ധൻ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ബാലേട്ട, നാളെ ഞാൻ ഇങ്ങോട്ട് വരട്ടെ, ചരക്കെടുക്കാൻ പോകണം, ബാംഗ്ലൂർ പോകണം, എന്തോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ നാളെ കട അടച്ചിട്ടോ. നാളെ കട അടച്ചിട്ടാ മറ്റന്നാൾ പോകണ്ടേ? അപ്പോൾ ഒരാഴ്ചത്തേക്ക് കട അടച്ചിടാനോ? അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 1 മാസത്തേക്ക് അടച്ചിട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ തൊഴിലാളികളോ അവരോടൊക്കെ വീട്ടിൽ പോയിരിക്കാൻ പറയടാ എന്ന് പറയട്ടോ. ബാലേട്ടൻ്റെ മൂഡ് ഇപ്പോൾ ശരിയില്ല, ഞാൻ നാളെ വിളിക്കാം. ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്യാണേ. പിന്നെ മനു തൻ്റെ റൂംമേറ്റിനെ വിളിക്കാൻ കേട്ടോ. എടാ സോജ, നീ ഉറങ്ങാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ പിച്ചുമഴയ്ക്ക് വിളിച്ച് പറയണേ, എടാ എന്നോട് ഞാൻ ഒരു ഹോം നേഴ്സിൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഏത് ഹോം നേഴ്സ്? എടാ ഒരു ഹോം നേഴ്സിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, നിൻ്റെ ചേച്ചി ജോലി ചെയ്യുന്ന കൂത്താട്ടുകുളം. അതെ എൻ്റെ ചേച്ചി ജോലി ചെയ്യുന്നത് കൂത്താട്ടുകുളത്താണ്. അപ്പോൾ സോജ എന്നാണ് അപ്പം അതിൻ്റെ പേര്. അപ്പോൾ സോജനാന്ന് വെച്ചാൽ നല്ല ഉറക്കപ്പിച്ചാണ് കേട്ടോ. അപ്പം മനു ആണെന്നുണ്ടെങ്കിൽ പറയണമൊന്നും കേൾക്കുന്നില്ല. മനു പറയടാ, നീ പറയേ, നിന്നോട് ഞാനത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നീ അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാം. എടാ പ്ലീസ് നീ ഒന്ന് അന്വേഷിക്കും, നിൻ്റെ ചേച്ചി ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ ഒരു അസിസ്റ്റൻറ്റ് നഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അന്വേഷിക്കാനായിട്ട്. എടാ ആർക്ക് വേണ്ടിയിട്ടാടാ? എടാ ഞാൻ പറഞ്ഞില്ലേ, അലീനയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയട്ടോ. അവൾക്ക് വേണ്ടിയിട്ടല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, അവളെ നിനക്ക് രക്ഷിക്കണം അല്ലേ? അതെ, എനിക്ക് അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം എന്നറിയാം. നീ ഒരു കാര്യം ചെയ്യ്, നീ അലീനെ അങ്ങ് കെട്ടിക്കോ, അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആവും. എടാ നിന്നോടൊക്കെ പറയാൻ വന്നേ, ഞാൻ പിന്നെ വിളിക്കാൻ എന്നിട്ട് കട്ട് ചെയ്യാണേ. പക്ഷേങ്കിലും മനുവിൻ്റെ മനസ്സിലായൊരു അലീനോടുള്ളൊരു പ്രണയവും കല്യാണം കഴിക്കാൻ പറഞ്ഞതിൻ്റെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ
ഗ്രേസമ്മനെ മാമച്ചനെയാണ് കേട്ടോ. ഗ്രേസമ്മ ഇങ്ങനെ മാമച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് പറയാണ്, അതെ നമുക്ക് പോകണ്ടേ എങ്ങോട്ട്? കൊട്ടാരമറ്റത്തോട്ട്. എന്തിനാ? നമുക്ക് അറിയണ്ടേ നമ്മുടെ ജോമോൻ്റെ കുഞ്ഞിനെ കുറിച്ചിട്ട്. അതിനെ CID അന്വേഷിക്കാന്ന് പറഞ്ഞില്ലേന്ന് നോക്കിട്ടോ. അവള് അന്വേഷിക്കുന്ന നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്നാലും പോകാം. അപ്പോഴേക്കും രേവതി കൂടി ചായം കൊണ്ടുവരാണ് കേട്ടോ. എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിച്ചിരിക്കണേ. അപ്പം നീ ഇതിന് 4 കപ്പ് ചായ എടുത്തത്? 1 കപ്പ് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് 1 കപ്പ് എടുത്ത് ജോസൂട്ടിക്ക് കൊണ്ടു കൊടുക്കാണ് കേട്ടോ. നീ എന്തിനാ ജോസൂട്ടിക്ക് ചായ കൊണ്ടു കൊടുത്തത്? അവൻ്റെ റൂമിൽ കെറ്റിലും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, എന്തായാലും ഉണ്ടാക്കിയതല്ലേ, കൊടുത്തേക്കാം. നല്ല ചായ അല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. നല്ല ചായയാണെന്നേ നീയല്ല പറയേണ്ടത്, കുടിക്കുന്നവരാണ് പറയേണ്ടത് എന്ന് പറയാം കേട്ടോ. ആണോ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്നാൽ പറയ്, എന്തായാലും അടിപൊളി ചായ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖൻ്റെ ഒക്കെ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ചർച്ചയിലായിരുന്നല്ലോ, എന്താ ചർച്ച എന്ന് ചോദിക്കുകയാണെ. അത് പിന്നെ ഷെറിൻ്റെ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും നീ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോമോൻ്റെ കാര്യം അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. നിങ്ങളുടെ ജോമോനല്ല, എൻ്റെ ജോമോൻ ചേട്ടൻ. നിങ്ങൾ ഉപേക്ഷിച്ചിരുന്ന ജോമോൻ ചേട്ടനെ പൊടി തട്ടിയെടുത്തത് ഞാനാ, അത് ഓർമ്മ വേണം. ഓ ശരി ശരി, എന്നാൽ നിൻ്റെ ജോമോൻ ചേട്ടൻ അത് നമുക്ക് അന്വേഷിക്കണ്ടേ? ആര് പറഞ്ഞ് അന്വേഷിക്കുന്നില്ല എന്ന്? ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എവിടെ? എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടോ. ഞാൻ പറഞ്ഞത് ശരിയാ, ഷെറിൻ ചേച്ചി പ്രസവിച്ചു എന്ന് പറയട്ടെ. പ്രസവിച്ചു? ആ ഷെറിൻ ചേച്ചി പ്രസവിച്ചു, മധുരയിലാണ് പ്രസവിച്ചതെന്ന് പറയട്ടോ. മധുരയിലോ? അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനൊക്കെ അറിഞ്ഞു, ഞാൻ അൻസി ചേച്ചി വിളിച്ചിരുന്നു എന്ന് പറയാം കേട്ടോ. അതെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 7 മാസം ഷെറിൻ ചേച്ചി വീട്ടുകാരറിയാതെ ആ പ്രഗ്നൻസി മറച്ചു വെച്ചു. 2 മാസം വീട്ടുകാരറിഞ്ഞുകൊണ്ടു. അപ്പോൾ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അബോർഷൻ ചെയ്യാനുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും നടത്തി, പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ 2 രീതിയിൽ പ്രഗ്നൻസി നമുക്ക് അബോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് അബോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ സർജിക്കൽ അബോർഷൻ, അതായത് പ്രസവിക്കുന്ന സമയത്ത്. ഇത് 2നും സാധ്യതയില്ല. കാരണം ഷെറിൻ ചേച്ചി പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലേ അവർ കുടുങ്ങും. അതുകൊണ്ട് അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പ്രഗ്നൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേ ഗ്രേസമ്മയ്ക്ക് അത്ഭുതം വരികയാണ് കേട്ടോ. പ്രഗ്നൻസിയുടെ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ പറയുകയാണ്, അബോർഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്രേസമ്മ പറയും, ഇത് നമ്മുടെ രേവതിക്കുട്ടി അല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ മാമച്ചനോട് ചോദിക്കുകയാണ്. അതിനുശേഷം പറയാണ്, അതെ വീട്ടുകാർ നാണക്കേട് വൈകിട്ടേ മധുരയിൽ കൊണ്ടുപോയിട്ടാണ് ഷെറിൻ ചേച്ചിനെ പ്രസവിപ്പിച്ചത്. അവിടെയാണ് ഷെറിൻ ചേച്ചി 2 മാസം താമസിച്ചത്. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്തായെന്ന് എനിക്കറിയില്ല. അത്രയും എനിക്ക് ആൻസി ചേച്ചി പറഞ്ഞുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഞാനേ ആൻസി ചേച്ചിനോട് ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് കിട്ടിയോ? ഇല്ല, തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയാൻ കേട്ടോ, ദൈവമേ, അപ്പോൾ ഷെറിൻ്റെ ജോമോൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയും, അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴെന്തായാലും നമുക്ക് ആ കുഞ്ഞിനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതിക്കുട്ടി പറയും, അറിയാം, പരമാവധി അറിയാൻ ശ്രമിക്കാം, ആ ചേട്ടൻ്റെ നമ്പർ ഒന്ന് കിട്ടിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചറിയാമെന്നൊക്കെ പറയും. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് എലീന അങ്ങോട്ട് വരികയാണ്. ആഹാ, ഇന്ന് മുഴുവൻ കഴിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ. അതെ കഴിച്ചു. നീ കഴിച്ചോ? എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് കായ് എഴുതാൻ പോകുമ്പോൾ സമയത്തേക്കും വേഗം തന്നെ ഗുളിക എടുത്തിട്ട് വെള്ളമൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ അലീന. എന്നാ ഗുളിക കഴിച്ചോന്ന് പറയട്ടോ. ഓഹോ, പണിയൊക്കെ തീർത്ത് വേഗം ഓടി പോകാൻ വേണ്ടിയിട്ടാണല്ലേ ഇത് വേഗം തരുന്നത്. അങ്ങനെ ഇപ്പോൾ തൽക്കാലം പോകാൻ നിൽക്കണ്ടെന്ന് പറയട്ടോ. അപ്പോൾ എനിക്ക് കുറേ പണിയുണ്ട്, നമുക്കേ സ്നേഹനികേതനത്തിലേക്ക് പോയാലോ എന്ന് പറയട്ടോ. അതൊക്കെ ഇല്ലപ്പോൾ എന്ന് പറയട്ടോ. അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ ഇരിക്കും, നീ അവിടെ ഇരിക്കും, നീ സ്നേഹനികേതനത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയും, ഞാനിങ്ങനെ സുഖമായിട്ട് കിടന്നവിടെ കേൾക്കും എന്ന് പറയട്ടോ. എനിക്ക് കുറേ പണിയുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ നോക്കുമ്പോൾ എന്നാലും സാരില്ല, പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമാണല്ലോ പ്രധാനം എന്ന് പറയുകയാണെ. അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞിരാമമേനോനും ബ്രിജിത്ത മമ്മിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്ന് ചോദിക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.